നമ്മൾ ഒന്ന് ചെയ്തിട്ടുള്ള ഇതിന് ഐസ് ചെയ്യുന്നുണ്ട്. തണ്ണിമത്തനും ഇതെല്ലാം കൂടെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ആക്കി കട്ടിയാക്കി ഇതിന് രാവിലെ കൊടുക്കും. അത് കഴിഞ്ഞ് മിക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് തണുപ്പിന് വേണ്ടിയിട്ട് കുറേ തണ്ണിമത്തൻ അങ്ങനെയുള്ള തണുപ്പായ ഐറ്റംസ് കൂടുതൽ കൊടുക്കുകയാണ്. ഫുൾ ടൈം മെസ്സ് ഉപയോഗിക്കുകയാണ്. അത് ഉപയോഗിച്ചാണ് കരടിയുടെ ചൂടിനെ പ്രതിരോധിക്കുന്നത്. വലിയ കുളത്തിൽ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിലൊരിക്കൽ മാറ്റിക്കൊണ്ടിരിക്കും. തണുപ്പ് ഇതിന് കൂടുതലും തണുപ്പാണ് ആവശ്യം, അല്ലെങ്കിൽ ഇതിന് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ കരടിയെ സംബന്ധിച്ചുള്ള തണുപ്പ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. ഈ മിസ് ഫുൾ ടൈം ഇട്ടേക്കും. പിന്നെ അകത്ത് കയറ്റി നമ്മളിങ്ങനെ കുളിപ്പിക്കും. അത് 2-3 പ്രാവശ്യം ചെയ്യാറുണ്ട്. പിന്നെ ഇതിന് ഫീഡിങ് മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് തണ്ണിമത്തനാണ് കട്ടിയാക്കിയാണ് കൊണ്ടുവരുന്നത്, ഐസ് പോലെ. അങ്ങനെ കട്ടിയാക്കി ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കും, അവിടെ വെച്ച് കൊടുക്കും. പുറത്താഹാരം വയ്ക്കുന്ന അവസരത്തിൽ നമ്മൾ മൃഗത്തിനെ അകത്ത് കയറ്റി അടച്ച് സുരക്ഷിതമാക്കിയിട്ട് പുറത്തിറങ്ങിയ ആഹാരം പുറത്ത് എല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഇതിനെ പുറത്തേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. പുറത്തിട്ടുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഇതിൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അകത്ത് അടച്ച് സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയതിന് ശേഷമാണ് അകത്തിറങ്ങി ഈ തീറ്റയെല്ലാം വയ്ക്കുന്നത്. നമ്മളിപ്പോൾ കരടിക്ക് മാത്രമാണ് ഐസ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളതിന് എന്ന് പറയുമ്പോൾ മറ്റുള്ളതിന് ഐസിൻ്റെ ഇതൊന്നുമില്ല, ഫ്രൂട്ട്സ് മാത്രം ആണ്. പാമ്പിനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് AC അവിടെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ചെടികൾ വെച്ച് പാമ്പിന് ഒരു തണുപ്പ് കൊടുക്കുക, രണ്ടാമത് വെള്ളം നനയ്ക്കുക, പാമ്പിന് ഒരു കുളിർമ. എപ്പോഴും പാമ്പിന് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഷവറിങ് പരിപാടി നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ കിൻകോബ്ര അങ്ങനെയുള്ള ഐറ്റംസിനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാമ്പൻ കൂടിൽ നമ്മളൊരു പ്രത്യേകതരം ആൾക്കാരുമുണ്ട്, സനലാണ് നോക്കുന്നത്. ആഹാരം 15 ദിവസത്തേക്കാണ് ചേരയാണ് കൊടുക്കുന്നത്. 15 ദിവസം ആകുമ്പോൾ ചേര കൊടുക്കും രാജവെമ്പാലയ്ക്ക്. നമ്മൾ അതിന് വിശക്കുമ്പം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേര കൊടുക്കും. പിന്നെ ആനക്കൊണ്ടയ്ക്ക് വന്നിട്ട് മൊയിൽ, കോഴി ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത്. അതെല്ലാം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ കിൻകോബ്രയെ ഒരു അനിമൽസിനെ നോക്കുമ്പോൾ, പാമ്പിനെയൊക്കെ നോക്കുമ്പോൾ അതിന് വിശന്നിരിക്കുന്ന ഒരിതുണ്ട്. ആ ടൈമിംഗ് ആകുമ്പോൾ അതിന് ആഹാരങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കും. അതാണ് നമ്മുടെ സംവിധാനം. വ്യത്യാസം പറഞ്ഞത് ഈ പടം പൊഴിയാറാവുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കൊടുക്കാൻ നിൽക്കില്ല. അത് ആഹാരം കഴിക്കില്ല ആ സമയത്ത്. അതൊരു 10-20 ദിവസം കഴിഞ്ഞ് പടം പൊഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തടുത്ത് 2 ദിവസം ഇട്ട് കൊടുക്കും. കാരണം അത് വിശന്ന് കിടക്കുന്ന സമയമാണ്. അപ്പോൾ ആ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. അതൊരു 2 പ്രാവശ്യം കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിവ് പോലെയുള്ള 15 ദിവസം ആകുമ്പോഴാണ് ഫ്രഷ് ചേരയാണെങ്കിൽ കഴിക്കുള്ളൂ. വേറെ അല്ലാതെ മുറിവോ ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കില്ല. അതിന് ഇട്ട് കൊടുക്കുകയില്ല, അത് കഴിക്കുകയില്ല. അത് അതിനെ റിജക്റ്റ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ അതിനടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് നല്ല സാധനങ്ങൾ മൃഗത്തിന് കൊടുക്കുന്ന എല്ലാം നല്ല ഇതായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ചേരയായിരുന്നാലും. ഇത്തവണ നമുക്ക് ചൂട് കൂടുതലായിരിക്കുന്നു നേരത്തെ തന്നെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ക്രമീകരണങ്ങൾ, കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ക്രമീകരണങ്ങൾ ആരംഭിച്ചിരുന്നു. അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തന്നെ ക്രമീകരണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓപ്പൺ എൻക്ലോഷേഴ്സിൽ മിസ്റ്റാണ് വെച്ചേക്കുന്നത്. അതായത് വെള്ളം സ്പ്രേ ചെയ്യുന്നത്, പുക പോലെ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ചെറിയ എൻക്ലോഷേഴ്സിനകത്ത് സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ടുണ്ട്, വെള്ളം ചീറ്റുന്ന ഒരു സംവിധാനം തന്നെയാണ് അതും. ബാക്കി എല്ലാ കൂടുകളിലും 24 hours വെള്ളം ഉറപ്പാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേനലാണെങ്കിലും നമുക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ സ്വന്തമായിട്ടൊരു നാച്ചുറൽ പോണ്ട് നമുക്കുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം നമുക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പുറമെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫീഡിങ് ടൈമിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. രാവിലെ 10:30 മുമ്പും വൈകുന്നേരം 3:30 ശേഷവും മാത്രമാണ് ഫീഡിങ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഓപ്പൺ സ്പേസസിൽ, അതായത് വലിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഫീഡ് ഇടില്ല. അത് മാറ്റിയിട്ട് ഫീഡ് ചെയ്യുന്നത് വളരെ ഷെയ്ഡഡ് ആയിട്ടുള്ള സ്പേസുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഹെർബിയോസിൻ്റെ ഫീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സക്കുലൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഇപ്പോൾ തണ്ണിമത്തൻ, വെള്ളരിക്ക അതുപോലുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വളരെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഹിമാലയൻ ബ്ലാക്ക് ബെയർ പോലുള്ള അനിമൽസിന് ഫ്രൂട്ട്സ് തന്നെ ഫ്രീസ് ചെയ്ത് ഐസ് ഫ്രൂട്ടിൻ്റെ മാതൃകയിലാണ് അവർക്ക് കൊടുക്കുന്നത്. അവരത് വളരെ എൻജോയ് ചെയ്ത് കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കാർണിവേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഫുഡിൽ വലിയ ചേഞ്ച് വരുത്താൻ സാധ്യതയില്ല, കാരണം അവർ ബീഫ് ആണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് റെഗുലറായിട്ട് പോകുന്നുണ്ട്. പിന്നെ റെപ്റ്റൈൽ കേജിൽ പെഡസ്ട്രൽ ഫാനുകളും, അനാക്കോണ്ടയൊക്കെ കിടക്കുന്ന കൂടുകൾ എയർ കണ്ടീഷൻഡാണ്. നമ്മുടെ സിംഹക്കുട്ടികൾ കിടക്കുന്ന കൂട് എയർ കണ്ടീഷൻഡാണ്. അങ്ങനെ പല കൂടുകളിലും എയർ കണ്ടീഷനിങ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് സാമ്പാർ ഡിയറിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഹീറ്റ് സ്ട്രോക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് സർവൈവ് ചെയ്തു, അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചായിരുന്നു. ഒരു ഡെത്ത് പോലും നമുക്ക് കഴിഞ്ഞ തവണ ഹീറ്റ് സ്ട്രോക്കായിട്ട് ബന്ധപ്പെട്ടുണ്ടായില്ല. ഇത്തവണയും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഹീറ്റ് സ്ട്രോക്ക് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഡെത്തൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
അടുത്ത വർഷം നമ്മൾ റെയിൻ ഗൺ എന്ന് പറഞ്ഞൊരു സംവിധാനം പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. റെയിൻ ഗൺ എന്ന് പറയുന്നത് വലിയ രീതിയിൽ വെള്ളം മുകളിലേക്ക് സ്പ്രേ ചെയ്ത് ആർട്ടിഫിഷ്യൽ റെയിൻ പോലെ അത് മഴ പോലെ പെയ്യുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അതിപ്പോൾ വൻതാര പോലുള്ള വലിയ സൂകളിൽ ഇപ്പോൾ അവരിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് വളരെ വിജയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതേ ഒരു സംവിധാനം നമ്മുടെ സൂവിലേക്കും കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനുണ്ട്. മിക്കവാറും നെക്സ്റ്റ് ഇയർ ആയിരിക്കും ചെയ്യുന്നത്.